ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ റിസർച്ചർ ഈസ് കണ്ടക്ടിങ് എ സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് ദി പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഡിഫറെന്റ് സ്റ്റോർസ്. Out of 100 stores, 20 are selected at random and all customers within those stores are surveyed. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഏത് സാമ്പിളിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് സിറ്റുവേഷൻ തന്നിട്ട് ഈ സിറ്റുവേഷനിൽ ഇവിടെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ? ഇവിടെ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. റിസർച്ചർ ഈസ് കണ്ടക്ടിങ് എ സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് ദി പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ഡിഫറെന്റ് കടകളിൽ ഡിഫറെന്റ് സ്റ്റോറുകളിലുള്ള കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് ബിഹേവിയർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 100 സ്റ്റോർ, നമുക്ക് 100 കടകളുണ്ട്. ഈ 100 കടകളിൽ നിന്ന് റാൻഡം ആയിട്ട് 20 കടകളെ മാത്രം എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്നിട്ട് ആ 20 കടകളിലുമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും, ഓരോ കടയിലുമുള്ള കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? സർവേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഏത് മെത്തേഡാണ്? ഈ 100 സ്റ്റോർ എന്നുള്ളത് നമ്മുടെ പോപ്പുലേഷനാണ്. ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ ആണ് 100 കടകൾ. അതിൽ നിന്ന് 20 കടകളെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ആ 20 കടകളിനകത്തുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേയും ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണോ? ഇത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണോ? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ? ഇവിടെ നമ്മുടെ ആൻസർ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്, സിസ്റ്റമാറ്റിക് അല്ല, ക്ലസ്റ്റർ ആണ്. എങ്ങനെയാണ് ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് വന്നതെന്ന് അറിയാമോ? അപ്പൊ നമുക്ക് ആദ്യം ഈ എല്ലാ ടൈപ്പ് സാമ്പിളിങ്ങിനെ പറ്റിയിട്ടും നല്ല രീതിയിൽ ഒരു ധാരണ വേണം. ഇത് ഉറപ്പായിട്ടും ചോദ്യം വരും എക്സാമിന്. ഷുവർ ആയിട്ടും ഈ ഒരു സാമ്പിളിങ്ങിൽ നിന്നും ഒരു ചോദ്യം, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വരും. ടൈപ്സ് ഓഫ് സാമ്പിളിങ് നന്നായിട്ട് പഠിച്ചു വെച്ചോണം. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാ. അപ്പം ഇതിപ്പോ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് സാമ്പിളിംഗ്, ഈ 4 സാമ്പിളിംഗ് ടൈപ്സും നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അത് പഠിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. ഫസ്റ്റ് ഓഫ് ഓൾ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അറിയാമല്ലോ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? റാൻഡം, സിമ്പിൾ റാൻഡം. അതായത് റാൻഡം എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സിലക്ടഡ് ആസ് സാമ്പിൾ അല്ലെ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗില് നമ്മുടെ പോപ്പുലേഷനിലുള്ള എല്ലാ ആളുകൾക്കും എന്താണ്? സാമ്പിൾ ആയിട്ട് സിലക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. സിമ്പിൾ റാൻഡത്തില് ആദ്യം നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടാ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം കേരളത്തിലെ കംപ്ലീറ്റ് കടകളിലുമുള്ള കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ കേരളത്തിലെ ഇലക്ട്രിക് വെഹിക്കിൾ യൂസേഴ്സ്, അപ്പൊ ഇവരാണ് നമ്മുടെ പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ സാമ്പിൾ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യും. നമുക്കൊരു 100 പേരെയാ വേണ്ടത്. അപ്പൊ ഈ 100 പേരാണ് നമ്മുടെ സാമ്പിൾ സൈസ് എങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ള കേരളത്തിലെ മൊത്തം EV യൂസേഴ്സിൽ നിന്ന് 100 പേരെ റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് എടുക്കാം. അത് ലോട്ടറി മെത്തേഡ് ഉണ്ട്, റാൻഡം നമ്പർ ജനറേറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള നിങ്ങൾ ഈ സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ? ഈ ഗീവ് അവേ വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. പിന്നെ ഉള്ളത് സ്ട്രാറ്റിഫൈഡ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ക്ലസ്റ്റേർഡ് സാമ്പിളിങ്ങും ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അത് കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് പഠിക്കണം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനകത്ത്
ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ഇതും ഒരു റാൻഡം സാമ്പിളിങ്ങിനകത്ത് വരുന്നതാ കേട്ടോ. ഇത് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒക്കെ. അപ്പൊ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണെങ്കിൽ, ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷനകത്ത് തന്നെ പല 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 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പം റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ്, ഇവരാണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ ഈ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണ്. കാരണം റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റില് പല പ്രായത്തിലുള്ള കസ്റ്റമേഴ്സ് വരത്തില്ലേ? കൊച്ചുകുട്ടികളുണ്ട്, വലിയവരുണ്ട്, പ്രായമായവരുണ്ട്, മെന്നുണ്ട്, വിമൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അഡോപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ഇമേജ് കണ്ടോ? അതായത് പല 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 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ് നമ്മുടെ പോപ്പുലേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പോപ്പുലേഷനെ ഡിഫറെന്റ് സ്ട്രാറ്റയായിട്ട് തരംതിരിക്കും. സ്ട്രാറ്റ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഗ്രൂപ്പ് ആക്കും. അതായത് ഈ ഹെട്രോജീനിയസ് പോപ്പുലേഷനെ നമ്മൾ ചെറിയ ചെറിയ ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കി മാറ്റും. ഫസ്റ്റ് ചെയ്യുന്ന അതാ. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ്, ഇതില് വിമൻസ് ഒരു സ്ട്രാറ്റ, അഡൽട്ടുകൾ ഒരു സ്ട്രാറ്റ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ ഒരു സ്ട്രാറ്റ, ചിൽഡ്രൻ ഒരു സ്ട്രാറ്റ, അങ്ങനെ ഒരേപോലെയുള്ളവരെ നമ്മൾ ഡിഫറെന്റ് സ്ട്രാറ്റയാക്കി എന്നിട്ട് ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? റാൻഡം ആയിട്ട് സാമ്പിളുകളെ എടുക്കും. ഇപ്പൊ വുമൻസിന്റെ ഒരു സ്ട്രാറ്റ ഒരു നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. പോപ്പുലേഷനിലെ വുമണിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി. അപ്പൊ ആ കൊച്ചുകുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് 5 പേര്, അഡൽട്ടിന്റെ ഗ്രൂപ്പിൽ നിന്ന് 5 പേര്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിളുകളെ എടുക്കാം. അല്ലാതെ ഈ ഹെട്രോജീനിയസ് പോപ്പുലേഷനിൽ നിന്ന് റാൻഡമായിട്ട് എടുത്താൽ ചിലപ്പോ ചില കാറ്റഗറി ആൾക്കാർ ഉൾപ്പെടത്തില്ല, ചിലപ്പോ കൊച്ചുകുട്ടികൾ ഉൾപ്പെടത്തില്ല. നമ്മള് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക അല്ലെ, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ റാൻഡമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും നമ്മുടെ സാമ്പിളിൽ ഉൾപ്പെടണമെന്നില്ല. ഇപ്പൊ സാമ്പിളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. അതിന് നമ്മൾ ആ പോപ്പുലേഷനെ എന്ത് ചെയ്തു? ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്ട്രാറ്റയാക്കിയിട്ട് തരം തിരിച്ചിട്ട് ഓരോ സ്ട്രാറ്റയിൽ നിന്നും സാമ്പിൾ എടുത്തു. അപ്പൊ എല്ലാ സ്ട്രാറ്റയിൽ വരുന്നവരും നമ്മുടെ സാമ്പിളിൽ ഉൾപ്പെടും. ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അത് മനസ്സിലായോ? ഒരു തംസ് ഇട്ടേ മനസ്സിലായെങ്കിൽ. അടുത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലെ. ഈ സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ക്ലസ്റ്റർ സാമ്പിളിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ ഒരുപാട് ലാർജ് പോപ്പുലേഷൻ ഒക്കെ ആണെങ്കിൽ ഈ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ക്ലസ്റ്ററുകളായിട്ട് തിരിക്കും. ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നേരത്തെ നമ്മൾ സ്ട്രാറ്റയിൽ പറഞ്ഞു ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നവരാണ് ഒരു സ്ട്രാറ്റ. എന്നാൽ ക്ലസ്റ്റർ അങ്ങനല്ല. ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷന്റെ അതേ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ക്ലസ്റ്ററിനും വരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സ് അവരാണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ ആ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊച്ചുകുട്ടികൾ വരും, പ്രായമുള്ളവരുണ്ടാകും, വിമൻ ഉണ്ടാകും, മെൻ ഉണ്ടാകും, പല ടൈപ്പ് ആളുകളും ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ കസ്റ്റമറുകളായിട്ട് വരാം. അപ്പൊ ആ പോപ്പുലേഷനെ നമ്മൾ ക്ലസ്റ്റർ ആക്കുമ്പോ എന്താ ചെയ്യുന്നത്? ഈ പോപ്പുലേഷന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ചെറിയ 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 ക്ലസ്റ്റർ, അതായത് ഒരു 10 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പ്, 10 പേരടങ്ങുന്ന ഓരോ ക്ലസ്റ്റർ. അപ്പൊ ഈ ഓരോ ക്ലസ്റ്ററിന്റെയും പ്രത്യേകത നമ്മുടെ പോപ്പുലേഷൻ എങ്ങനെയാണോ അതിന്റെ ഒരു മിനി വെർഷൻ ആയിരിക്കും ഈ ക്ലസ്റ്ററും. പോപ്പുലേഷനകത്ത് കുട്ടികളുണ്ട്, അഡൽട്ട് ഉണ്ട്, ഓൾഡ് ഏജ് ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ ക്ലസ്റ്ററിലും ഇതെല്ലാം കാണും. ഓരോ ക്ലസ്റ്ററിനകത്തും കൊച്ചുകുട്ടികൾ കാണും, ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ കാണും, അഡൽട്ടും കാണും. ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ക്ലസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് എടുക്കും. ഓരോ ഗ്രൂപ്പിനകത്തും എല്ലാ കാറ്റഗറി ആൾക്കാരും ഉൾപ്പെടും. അതാണ് പ്രത്യേകത. അപ്പൊ സ്ട്രാറ്റിഫൈഡിൽ അങ്ങനല്ല. ഒരു സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആൾക്കാർ മാത്രമേ ഒരു സ്ട്രാറ്റയിൽ വരൂ. ക്ലസ്റ്റർ അങ്ങനല്ല. ഒരു ക്ലസ്റ്ററിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊരു 2 or 3 ക്ലസ്റ്റർ എടുത്താൽ മതി നമ്മുടെ സാമ്പിൾ ആയിട്ട്. നമ്മൾ ഇതിൽ നിന്നൊരു 2 or 3 ക്ലസ്റ്ററിനെ ആയിരിക്കും നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലസ്റ്ററിനെ സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് പ്രത്യേകത അല്ലെങ്കിൽ ഗുണം എന്താ?
ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും അതിനകത്ത് ഉൾപ്പെടുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് വേണ്ട, പിന്നീട് ഈ ആരെയും ഏതെങ്കിലും കാറ്റഗറി മിസ് ആകുമോ എന്നൊരു പേടി വേണ്ട. ഓരോ ക്ലസ്റ്ററിലും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും വ്യത്യാസം മനസ്സിലായല്ലോ? യെസ്. പിന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഒന്നുമില്ല, സിമ്പിളാ. നമ്മള് സിമ്പിൾ റാൻഡം പോലെ തന്നെ ഇവിടെ ആദ്യം നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരമാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മുടെ പോപ്പുലേഷൻ. അതിലൊരു 100 കുട്ടികളുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊരു ഒരു 10 പേരെ നമുക്ക് എടുത്തിട്ട് സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഈ 100 കുട്ടികൾ നമ്മുടെ പോപ്പുലേഷൻ, 10 പേര് നമ്മുടെ സാമ്പിൾ സൈസ് പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്തു, സാമ്പിൾ സൈസ് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആകുമ്പോൾ ഓരോ nth മെമ്പറിനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ 100, നമുക്ക് വേണ്ടത് 10 പേര്, നമ്മുടെ സാമ്പിൾ സൈസ് 10. അപ്പം ഈ നമ്മൾ പറയത്തില്ലേ, ഓരോ 5ാമത് ഇരിക്കുന്നവരും എണ്ണിക്കാൻ പറയും, അല്ലെങ്കിൽ ഓരോ 10ാമത് ഇരിക്കുന്നവരും എണ്ണിക്കാൻ പറയും. അവരാണ് നമ്മുടെ സാമ്പിൾസ്. ഇങ്ങനെ സാമ്പിളിംഗ് മെത്തേഡ്, ഈ ടൈപ്പ് സാമ്പിളിംഗ് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അപ്പൊ ഇതില് ഓരോ എത്രാമത്തെ ആളെയാണ് എടുക്കേണ്ടത് എന്നതിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫോർമുലയാണ് ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്. നമ്മുടെ പോപ്പുലേഷൻ 100 കുട്ടികൾ, അതിൽ നിന്ന് 10 പേരെ നമുക്ക് വേണം. അപ്പൊ 100 ആണ് സാമ്പിൾ സൈസ്. 100 ഡിവൈഡഡ് ബൈ 10. 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്ന ആൻസർ. അപ്പൊ അതിനർത്ഥം ഓരോ 10ാമത് ഇരിക്കുന്ന ആളെ എടുക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് 10 പേരെ കിട്ടും. അപ്പൊ ഓരോ nth മെമ്പറിനെ എടുക്കണം. ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കേ. എ റിസർച്ചർ ഈസ് കണ്ടക്ടിങ് എ സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഡിഫറെന്റ് സ്റ്റോർസ്. പല കടകളിലുള്ള കസ്റ്റമേഴ്സിന്റെ പർച്ചേസിംഗ് ബിഹേവിയർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് 100 സ്റ്റോറുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ പോപ്പുലേഷൻ ആണ്. അതിൽ നിന്ന് 20 കടകളെ റാൻഡമായിട്ട് എടുത്തു. അപ്പോ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓരോ കടയെന്ന് പറയുന്നത് ഓരോ ക്ലസ്റ്റർ അല്ലേ, പല ടൈപ്പ് കസ്റ്റമേഴ്സ് വരുന്നതല്ലേ. ഓരോ കടയിൽ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സും വരും. അപ്പൊ ഈ 100 കടകളിൽ നിന്ന് 20 കടകളെ എടുക്കുന്നു. ഇനി ഈ 20 കടകളിലും വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യും? സർവേ ചെയ്യും. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലേ. സിമ്പിൾ റാൻഡവും സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്കും വരില്ലല്ലോ. ക്ലസ്റ്റർ അല്ലേ ഇവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 കടകള്, അതിൽ നിന്നൊരു 20 കട നമ്മൾ എടുത്തു. ആ 20 കടയ്ക്കകത്തും വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും സ്റ്റഡി ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ ക്ലസ്റ്റർ സാമ്പിളിംഗിൽ നടക്കുന്ന അതേ കാര്യം. പോപ്പുലേഷനെ ക്ലസ്റ്ററുകളാക്കി, ഈ ക്ലസ്റ്ററുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റാൻഡമായിട്ട് എടുത്തു. ഓരോ ക്ലസ്റ്ററിലും വരുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡി ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആട്ടോ. ടൈപ്സ് ഓഫ് റിസർച്ചും ടൈപ്സ് ഓഫ് സാമ്പിളിംഗും ഒക്കെ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. കാഷ്വൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇതെങ്ങനെ മാച്ച് ചെയ്യാം? ഓപ്ഷൻസ് നോക്കിക്കേ. കിട്ടുന്നുണ്ടോ?
ജിഷി D3 എന്ന് പറഞ്ഞു. D3 ആണോ വരുന്നേ? ഇവിടെ എ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ എ ആണ്. അതായത് ഈ കിടക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. A1, B2, C3, D4. ഇവിടെ നോക്കിക്കേ, കാഷ്വൽ റിസർച്ച്. ഈ ടൈപ്സ് ഓഫ് റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഈ കാഷ്വൽ റിസർച്ചിൽ നോക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഒരു രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളാണ് കാഷ്വൽ റിസർച്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, എംപ്ലോയി പ്രൊഡക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ അല്ലേ. ഇപ്പൊ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ആ കുറയുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ അതിന്റെ കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം എന്തുകൊണ്ടാണ്, ആ കുറയാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്. അപ്പൊ ഒരു കോസും അതിന്റെ ഇഫക്റ്റും തമ്മിലുള്ള റിലേഷൻ ആണ് കാഷ്വൽ റിസർച്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ അല്ലെ. ഒരു പോപ്പുലേഷനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഡിസ്ക്രിപ്റ്റീവാ. അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അവർ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ വൈ എന്നൊരു ചോദ്യത്തിന് ആൻസർ അവിടെ ചെയ്യുന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് ഒരു എക്സിസ്റ്റിംഗ് ഫാക്ടോ സിറ്റുവേഷനോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകളോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഇപ്പൊ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ട്, ഇപ്പം ജിയോയുടെ മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ട്, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു, ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഒരു പോപ്പുലേഷനെ പറ്റിയിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുക. യെസ്. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒരു പുതിയ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വേഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്. മെയിൻ ആയിട്ടും എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുന്നത് നമുക്കൊരു പുതിയ ന്യൂ ഇൻസൈറ്റുകളും ന്യൂ ഐഡിയാസും ഒക്കെ കിട്ടാനായിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുന്നത്. അപ്പൊ ഇവിടെ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത് എക്സാക്ട് പ്രോബ്ലം, റിസർച്ചർക്ക് എക്സാക്ട് പ്രോബ്ലം ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സാക്ട് ആ ഒരു പ്രോബ്ലം അൺക്ലിയർ ആണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്താം. ദെൻ എക്സ്പീരിമെന്റൽ റിസർച്ച് ഉണ്ട്. എക്സ്പീരിമെന്റൽ റിസർച്ച് അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പ്ലോറേറ്ററിക്ക് നേരെ 3 മാച്ച് ചെയ്യാം അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ന്യൂ മാർക്കറ്റ്. നമ്മളിപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് മാറി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോയി, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു. നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ US-ലും കൂടെ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതൊരു പുതിയ മാർക്കറ്റാണ്. അപ്പൊ ഈ പുതിയ മാർക്കറ്റിലെ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു. അതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. പുതിയ ന്യൂ ഇൻസൈറ്റുകളും ന്യൂ ഐഡിയാസും ഒക്കെ കിട്ടാനായിട്ട് നടത്തുന്ന റിസർച്ച് ആണ്. പിന്നെ എക്സ്പീരിമെന്റൽ റിസർച്ച് ഉണ്ട്. എക്സ്പീരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തത്തില്ലേ, അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻസ് വരുത്തിയിട്ട് അത് ഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അവിടെ നമ്മളൊരു കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തുന്നത്. കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും. ഇവിടെയും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ വരുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തി അത് ഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ആ ഒരു ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇവിടെ പുതിയ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയുടെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതൊരു എക്സ്പെരിമെന്റൽ റിസർച്ചാണ്. അതായത് നമ്മൾ ഇത്രയും നാൾ അഡ്വർടൈസ് ചെയ്ത രീതി മാറ്റി നമ്മളൊരു പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അഡ്വർടൈസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ച് വരുത്തി. ഇനി അത് നമ്മുടെ സെയിൽസിനെ എങ്ങനെ ബാധിച്ചു? സെയിൽസ് ഒരു ഡിപെൻഡന്റ് വേരിയബിളാണ്. അപ്പം അഡ്വർടൈസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെയിൽസ് ഉള്ളത്. നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്താൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റും.
അപ്പോൾ ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ ചേഞ്ച് വരുത്തി. ഇനി അത് നമ്മുടെ സെയിൽസിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? അപ്പോൾ ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ചുകൾ വരുത്തി അത് ഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് സ്റ്റഡി ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ചിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുവേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലാത്തത് ഏതാ? ഈ നോട്ട് എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രദ്ധിച്ചോണം. നോട്ട് എ മെത്തേഡ്, പ്രോബബിലിറ്റി അല്ലാത്തത്. സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക്, കൺവീനിയന്റ് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. യെസ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് അല്ലാത്തത് ഇവിടെ കൺവീനിയന്റ് സാമ്പിളിംഗ് ആണ് അല്ലെ? അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണേ. ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോക്കിക്കേ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഒക്കെ. ഇതെല്ലാം സിമ്പിൾ റാൻഡം ആണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. പിന്നെ നോൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, കൺവീനിയന്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, പാനൽ സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. ഇതെല്ലാം നോൺ പ്രോബബിലിറ്റിയാണ്. ഇതെന്താണ് ഈ പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത ഇവിടെ എല്ലാ പോപ്പുലേഷനും ഈക്വൽ ചാൻസ് ആണ് അല്ലെ? സാമ്പിൾ ആയിട്ട് സിലക്ട് ആവാനുള്ള ഈക്വൽ ചാൻസ് എല്ലാവർക്കും ഉണ്ട്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത. നോൺ പ്രോബബിലിറ്റിയിലേക്ക് വരുമ്പോൾ ആ പോപ്പുലേഷന് മുഴുവനും ഈക്വൽ ചാൻസ് ഇല്ല, സാമ്പിൾ ആയിട്ട് സിലക്ട് ആവാനുള്ള ഈക്വൽ ചാൻസ് ഇല്ല. ഇവിടെ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താ? റീസർച്ചറുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇപ്പൊ ഞാന് ഇലക്ട്രിക് വെഹിക്കിൾ കേരളത്തിലെ EV യൂസേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കേരളത്തിലുള്ള മൊത്തം EV യൂസേഴ്സിൽ നിന്നും 100 പേരെ ഞാൻ എടുക്കുന്നു. അപ്പൊ ഈ 100 പേരെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാതെ എന്റെ കൺവീനിയൻസിന്, ഞാൻ പത്തനംതിട്ട ജില്ലയാണ്, അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ എനിക്കറിയാവുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സിനോടും ഒക്കെ ചോദിച്ച് അവരിൽ നിന്നുമൊക്കെ മാത്രം ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ എന്റെ സാമ്പിളുകളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയന്റ് സാമ്പിളിംഗ്. അതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. തോമസ് എന്ത് പറ്റി, ലേറ്റ് ആയി പോയല്ലോ ക്ലാസ്സിൽ കയറിയപ്പോ? നമ്മളൊരു ഹാഫ് ഡിസ്കഷൻ, അരമണിക്കൂർ കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. ഇൻ വിച്ച് സിനേരിയോ ഇസ് ആൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? നമ്മൾ കുറച്ച് മുന്നേ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാമല്ലോ പെട്ടെന്ന് തന്നെ. ഏത് സിറ്റുവേഷനിലാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? When you want to describe the characteristics of a population, when you have a hypothesis to test, when the research problem is not clearly defined, when the research need a quantitative approach. നമ്മളിപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ അല്ലെ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ക്ലിയർലി ഡിഫൈൻഡ് അല്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അല്ലെ? എക്സ്പ്ലോർ ചെയ്യുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ ഈ എ നോക്കിക്കേ. വെൻ യു ഹാവ് ടു ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ, ഇവിടെ നമ്മൾ ഏത് റിസർച്ച് ഡിസൈൻ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്?
when you have to describe the characteristics of a population. ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഏത് റിസർച്ച് ടൈപ്പ് ആണ് നല്ലത്? നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയതല്ലേ കുറച്ച് മുന്നേ നമ്മൾ ഓരോന്നും ഓരോ ടൈപ്പുകളെ പറ്റി പറഞ്ഞപ്പോ ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്? റിസർച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, സാമ്പിളിംഗ് അല്ല. ജിഷി സാമ്പിളിംഗ് അല്ല, റിസർച്ച് ഡിസൈൻ ആണ് കേട്ടോ. റിസർച്ച് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് മാത്രം ഡിസ്ക്രൈബ് ചെയ്താൽ മതി. മറന്നുപോയോ? നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലേ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് അല്ലെ? നമ്മളിപ്പോ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഒരു പ്രോബ്ലം ഡിഫൈൻഡ് അല്ല അല്ലെങ്കിൽ ന്യൂ ഇൻസൈറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അഡോപ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ കീവേഡുകൾ ഓർത്ത് വെച്ചാൽ മതി. കീവേഡ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ, ഇതേതാ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാ. ന്യൂ ഇൻസൈറ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം ക്ലിയർലി ഡിഫൈൻഡ് അല്ല അല്ലെങ്കിൽ നമുക്ക് ന്യൂ ഇൻസൈറ്റുകൾ കിട്ടണം, അവിടെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ആ കീവേഡുകൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിഫൈ ദ ട്രൂത്ത് കാറ്റഗറീസ് അബൌട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് വെൻ P value is greater than the significance level. A type 1 error occurs when null hypothesis is true but rejected. വേഗം ഒന്ന് പറഞ്ഞേ. ഇത് നിങ്ങൾ പഠിച്ചില്ലേ? ഹൈപ്പോത്തസിസ് പഠിച്ചതല്ലേ? നിങ്ങൾക്ക് എക്സാം ജനുവരിയിലാണോ? എക്സാമിന്റെ ഡേറ്റ് എന്നാണ്? എക്സാം എന്നാണെന്ന് അറിയാമോ? ഫെബ്രുവരി അല്ലെ? ഓക്കെ, ഫെബ്രുവരിയിൽ. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് ടൈമേ ഉള്ളൂ. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. നന്നായിട്ട് നിങ്ങൾ ഈ സിലബസ് നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാ. വേറെ ഒന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്തേ. നിങ്ങളിത് ഈ ഏരിയ പഠിച്ചില്ലേ? ആര്യ, തോമസ്? ഓക്കെ, ഈ ഏരിയ പഠിച്ചില്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ ഹൈപ്പോത്തസിസിനെ പറ്റി പറയുമ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് അറിയാമല്ലോ? നമ്മുടെ നിഗമനങ്ങളാണ് അല്ലെ? നിഗമനങ്ങളാണ് ഹൈപ്പോത്തസിസ്. അപ്പൊ നമ്മളത് സെറ്റ് ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് ശരിയാണോ, അത് കറക്റ്റ് ആണോ, നമ്മുടെ നിഗമനങ്ങൾ ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽഡിൽ പോകുന്നില്ല. അങ്ങനെ പോയാൽ നമ്മുടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ തീരത്തില്ല. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുമ്പോൾ
null hypothesis is rejected when p value is greater than the significance level. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സാധാരണ null hypothesis റിജക്ട് ചെയ്യുന്നത് p വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടി താഴെയാകുമ്പോഴാണ് null hypothesis നമ്മൾ എന്ത് ചെയ്യുന്നത്, റിജക്ട് ചെയ്യുന്നത്. അപ്പോ p വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിലും കൂടുതലായാൽ നമ്മൾ ആ null hypothesisനെ അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ തെറ്റാ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞേക്കുന്നത് ടൈപ്പ് 1 എറർ ഒക്കർ വെൻ null hypothesis is true but rejected. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതായത് null hypothesis ട്രൂ ആണ്, പക്ഷെ നമ്മൾ റിജക്ട് ചെയ്തു. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച null hypothesis ശരിയായിരുന്നു, പക്ഷെ നമ്മളത് റിജക്ട് ചെയ്തു. അപ്പൊ ശരിയായിട്ടുള്ള കാര്യം റിജക്ട് ചെയ്താൽ അത് എററാ. അപ്പൊ ആ എററിനെ പറയുന്നത് ടൈപ്പ് 1 എറർ എന്നാണ് അല്ലെ? അപ്പൊ കൃത്യമായിട്ട് ഓർത്തോണം, ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ null hypothesis is true but rejected. അപ്പോഴാണ് ടൈപ്പ് 1 എറർ ഉണ്ടാകുന്നത്. ഇനി ഇത് നേരെ തിരിച്ച് സംഭവിക്കാം. null hypothesis false ആണ്, പക്ഷെ അക്സെപ്റ്റ് ചെയ്തു. അത് ഏത് ടൈപ്പ് എററാ? അത് ഏത് ടൈപ്പ് ആയിരിക്കും? null hypothesis is false but എന്താണ്? accepted. ഫോൾസ് ആയിട്ടുള്ള null hypothesisനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 2 എറർ ആണ് ഉണ്ടാകുന്നത് അല്ലെ? ടൈപ്പ് 2 എറർ. രണ്ട് തരത്തിലുള്ള എററുകളാണ് നമുക്ക് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ഭാഗത്ത് വരുന്നത്. രണ്ട് തരത്തിലുള്ള എററാണ്. ടൈപ്പ് 1 എററും ഉണ്ട്, ടൈപ്പ് 2 എററും ഉണ്ട്. എറർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച null hypothesis ശരിയായിരുന്നു, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എറർ പറ്റിയതാ. ആ എററിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച null hypothesis എന്താണ്? ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ റിജക്റ്റാ ചെയ്യണ്ടേ. പക്ഷെ ഫോൾസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വെച്ചു. അതും നമുക്ക് പറ്റിയൊരു തെറ്റാ. ആ തെറ്റിനെ ടൈപ്പ് 2 എറർ എന്നും പറയും. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ ഉള്ളൂ ശരി. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോണം. പി വാല്യൂ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ null ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണം. പി വാല്യൂ എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? എന്താ ഈ പി വാല്യൂവും സിഗ്നിഫിക്കൻസ് ലെവലും ഒക്കെ? അത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ല. ഓക്കെ, ഇവിടെ ഈ പി വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കാര്യം ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യതയാണ് പി വാല്യൂ. ഇപ്പോ നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നോക്കി. അപ്പൊ ഈ കുട്ടികളുടെ മാർക്ക് നമ്മൾ നോക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിൾ, അതിനെക്കാട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിന് ഹെഡ്സും ഉണ്ട് ടെയിലും ഉണ്ട് അല്ലെ? ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പോ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോ ഒന്നെങ്കിൽ ഹെഡ് വീഴാം, അല്ലെങ്കിൽ ടെയില് വീഴാം. ഏതെങ്കിലും ഒരു സൈഡ് വീഴുമല്ലോ. നമ്മളൊരു 10 വട്ടം ടോസ് ചെയ്താൽ ഒരു 5 വട്ടം ഹെഡും 5 വട്ടം ടെയിലും ചിലപ്പോ വീഴും. അത് ഉറപ്പില്ല, എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പൊ നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്തപ്പോ 9 വട്ടവും ഹെഡ് വീണു, ഒറ്റ വട്ടമേ ടെയില് വീണുള്ളൂ. അപ്പൊ ഈ 9 വട്ടവും ഹെഡ് വീണപ്പോ നമുക്കൊരു സംശയം, ഈ കോയിൻ എന്തെങ്കിലും ബയാസ്ഡ് ആണോ? അതായത് ഈ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ ഇങ്ങനെ തന്നെ വീഴുന്ന രീതിയിൽ, അതിന്റെ വെയിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വല്ലതും ചെയ്ത് വെച്ചേക്കുന്നതാണോ? കാരണം ഈ 10 വട്ടം ടോസ് ചെയ്തപ്പോ 9 വട്ടവും എന്ത് ചെയ്തു? ഹെഡ് തന്നെ വീഴുന്നു, ടെയില് വീഴുന്നേ ഇല്ല. അപ്പം ഈ സംഭവിച്ചത് ഇത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കോയിൻ ആണോ, അതോ ഇത് ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്തതാണോ? അതായത് ബൈ ചാൻസിലും ചിലപ്പോൾ അങ്ങനെ വരാമല്ലോ. നമ്മളിപ്പോ ടോസ് ചെയ്യുമ്പോൾ ഈ 10 വട്ടം ടോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 വട്ടവും ഹെഡ് തന്നെ വീഴാം. ബൈ ചാൻസിലും അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇത് ബൈ ചാൻസിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് പി വാല്യൂ എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഡിറ്റർമൈൻ ചെയ്തത്. പി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യതയാണ് പി വാല്യൂ. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ പി വാല്യൂവിന്റെ ഒരു കട്ട് ഓഫ് ലെവലാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. അതായത് ഇത്ര ഒരു 5% കൂടുതൽ പി വാല്യൂ വന്നാൽ എന്ത് ചെയ്യുക? നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുക. 5%ലും കുറവാണ് പി വാല്യൂ എങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് ലെവൽ കണ്ടോ, 5% എന്ന് പറയുന്ന ആ കട്ട് ഓഫ് ലെവലാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. അതായത് എത്രയിൽ കൂടിയാൽ അക്സെപ്റ്റ് ചെയ്യണം, എത്രയിൽ കുറഞ്ഞാൽ റിജക്ട് ചെയ്യണം എന്നതിന്റെ കട്ട് ഓഫ് ലെവലാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. പി വാല്യൂ എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ബൈ ചാൻസിൽ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ പി വാല്യൂ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ, അതായത് ആ കട്ട് ഓഫ് ലെവലിനെ കാട്ടി കൂടുതലാണെങ്കിൽ, പി വാല്യൂ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? പി വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ഈ ബൈ ചാൻസിൽ ഈ റിസൾട്ട് ഇങ്ങനെ ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്യും. പി വാല്യൂ ഹൈ, ഇപ്പോ സിഗ്നിഫിക്കൻസ് ആ ഒരു കട്ട് ഓഫ് ലെവലിനെ കാട്ടിലും കൂടുതലാണ് പി വാല്യൂ എങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ റിസൾട്ടുകൾ ബൈ ചാൻസിൽ ഇങ്ങനെ വരാം, ബൈ ചാൻസിൽ ഇങ്ങനെ സംഭവിക്കാം, ബൈ ചാൻസിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പി വാല്യൂ കൂടുതലാണെങ്കിൽ ബൈ ചാൻസിൽ ഈ റിസൾട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോ നമ്മൾ ആ കോയിന്റെ കേസ് പറഞ്ഞില്ലേ, ഒരു കോയിന്റെ കേസിൽ കോയിൻ ടോസ് ചെയ്തപ്പോ 9 വട്ടവും ഹെഡ് വീണു. അപ്പൊ നമുക്കൊരു ഡൗട്ട്, ഈ കോയിൻ ബയാസ്ഡ് ആണോ? അപ്പൊ നമ്മൾ 2 നിഗമനങ്ങൾ എഴുതി. ഒന്ന് എന്താ H0 നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ എന്ത് എഴുതി? ഈ കോയിനിൽ ബയാസ് ഒന്നും ഇല്ല, ബയാസ് ഇല്ല, റിലേഷൻ ഇല്ല, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പൊ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എഴുതി വെച്ചു, ഈ കോയിനിൽ ബയാസ്ഡ് ഒന്നുമല്ല. ഇനി ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ? ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? ഈ കോയിൻ ബയാസ്ഡ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ 2 ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, H0യും H1ഉം. ഇനി നമ്മൾ പി വാല്യൂ എടുത്തു. പി വാല്യൂ എടുത്തപ്പോ 5% ആ കട്ട് ഓഫിനെ കാട്ടി കൂടുതലാണ് പി വാല്യൂ വന്നത്. അപ്പൊ കട്ട് ഓഫിൽ കൂടുതൽ വന്നാൽ അതിനർത്ഥം എന്താ? ഈ റിസൾട്ടുകൾ ബൈ ചാൻസിലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 10 വട്ടം ടോസ് ചെയ്യുമ്പോ 9 വട്ടവും ഹെഡ് വീഴാൻ ബൈ ചാൻസിൽ അങ്ങനെ വീഴും. അതാണ് പി വാല്യൂ കൂടുതലാണെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ബൈ ചാൻസിൽ അങ്ങനെ വീഴുമെങ്കിൽ പിന്നെ നമ്മുടെ കോയിൻ എന്തല്ല? ബയാസ്ഡ് അല്ലല്ലോ. അപ്പൊ നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തു. ഇനി പി വാല്യൂ കുറവാണെങ്കിലോ? നമ്മുടെ കട്ട് ഓഫ് പെർസെന്റേജ് അല്ലെങ്കിൽ 5%നെ കാട്ടി കുറവാണ് പി വാല്യൂ. അതായത് സിഗ്നിഫിക്കൻസ് ലെവലിനെ കാട്ടി കുറവാണ് പി വാല്യൂ. അതായത് ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്താണ്? ഇല്ല. ബൈ ചാൻസിൽ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇവിടെ നമ്മുടെ കോയിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ 10 വട്ടവും ടോസ് ചെയ്യുമ്പോൾ 9 വട്ടവും ഹെഡ് വീഴാൻ, അങ്ങനെ ബൈ ചാൻസിൽ വീഴാൻ സാധ്യത കുറവാണ്. പി വാല്യൂ കുറവാണെങ്കിൽ അങ്ങനെയാ മീൻ ചെയ്യുന്നത്. അതിനർത്ഥം ഈ കോയിന് എന്തോ പ്രശ്നമുണ്ട്, ഇത് ബയാസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യും. ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് പി വാല്യൂവിനെ പറ്റിയിട്ട്? മനസ്സിലായോ? പി വാല്യൂ എന്താണെന്ന് ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? എടാ, ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് തംസ് ഇട്ടേ. കേൾക്കുന്നില്ലേ നിങ്ങൾ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഓക്കെ. നമുക്ക് ഈ കുറച്ച് ടൈം, ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. എ റിസർച്ച് സ്റ്റഡി intends to analyze customer preference in food industry. ഫുഡ് ഇൻഡസ്ട്രിയിലെ കസ്റ്റമർ പ്രിഫറൻസുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അനലൈസ് ചെയ്യാൻ പോകുന്നത്. റിസർച്ചർ പ്ലാൻസ് ടു ക്ലാസിഫൈ ദ പ്രിഫറൻസസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഡെമോഗ്രഫിക്സ്. ഇവിടെ കസ്റ്റമറുടെ ഡെമോഗ്രഫിക്സിന്റെ ബേസിൽ കസ്റ്റമറുടെ പ്രിഫറൻസുകളെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അതായത് കസ്റ്റമർ പ്രിഫറൻസ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ കസ്റ്റമർ പ്രിഫറൻസ്. ഇപ്പൊ നമുക്കറിയത്തില്ലേ, ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഫുഡിന്റെ കേസിൽ നമുക്ക് പല ആളുകൾക്കും പല പ്രിഫറൻസാണ്. അപ്പൊ ഇവിടെ റിസർച്ചർ ചെയ്യുന്നത് കസ്റ്റമറുടെ ഡെമോഗ്രാഫിക്സിന്റെ ബേസിലാണ് പ്രിഫറൻസ് പഠിക്കാൻ പോകുന്നത്. ഡെമോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ജെൻഡർ, ഏജ്, ഇൻകം, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഇതാണ് ഡെമോഗ്രാഫിക്സ്.
അപ്പം ഏജിന്റെ ബേസിൽ ഫുഡ് പ്രിഫറൻസ്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് താല്പര്യമുള്ള ഫുഡ്, 10 തൊട്ട് 20 വയസ്സ് വരെയുള്ള ആളുകളുടെ അവര് പ്രിഫർ ചെയ്യുന്ന ഫുഡ്, 20 തൊട്ട് 30 വരെയുള്ളവരുടെ പ്രിഫർ ചെയ്യുന്ന ഫുഡ്, അങ്ങനെ പോകാം. ഇനി ഇൻകം, ലോ ഇൻകം ഉള്ളവര് പ്രിഫർ ചെയ്യുന്ന ഫുഡ്, അവരുടെ ഫുഡ് പ്രിഫറൻസ്. അതേപോലെ ജെൻഡർ, മെയിലിന്റെ ഫുഡ് പ്രിഫറൻസ്, ഫീമെയിലിന്റെ ഫുഡ് പ്രിഫറൻസ്. അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഫുഡ് പ്രിഫറൻസിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ പോവാം. ഇവിടെ ഏത് ടൈപ്പ് റിസർച്ച് ആയിരിക്കും നല്ലത്? നമ്മൾ നേരത്തെ പഠിച്ചതാ, ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പറഞ്ഞതാ. ഇതിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ. എക്സ്പ്ലോറേറ്ററി, കാഷ്വൽ, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പീരിമെന്റൽ. എടാ എക്സ്പ്ലോറേറ്ററി ആണോ? എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ പ്രോബ്ലം വേഗാണ്, നമുക്കൊരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ പറ്റി പഠിക്കുന്നു. അതേപോലെ ന്യൂ ഇൻസൈറ്റുകൾ കിട്ടാനായിട്ടൊക്കെ പഠിക്കുന്നതാ. ഇവിടെ നമ്മൾ പുതിയ ഇൻസൈറ്റുകൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഈ മെഡിസിൻസിന്റെ ഒക്കെ കേസിൽ കണ്ടിട്ടില്ലേ? മെഡിസിൻസ്, മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്, പല അസുഖങ്ങൾക്കെതിരായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുക, അതൊക്കെ ഓരോ റിസർച്ചിന്റെ ഭാഗമല്ലേ? അപ്പൊ ഈ മെഡിക്കൽ സയൻസിൽ നടക്കുന്ന റിസർച്ചുകൾ അങ്ങനെ ആയിരിക്കും. അപ്പം പുതിയ ഇൻസൈറ്റുകൾ കിട്ടാനായിട്ടൊക്കെ ഈ മെഡിസിൻസോ, പുതിയൊരു രോഗത്തിന് എന്ത് മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള റിസർച്ചുകൾ ഈ എക്സ്പ്ലോറേറ്ററിയിൽ വരും. ഇവിടെ അങ്ങനെയാണോ? കസ്റ്റമേഴ്സിന്റെ ഫുഡ് പ്രിഫറൻസുകളെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്നു. പല കസ്റ്റമേഴ്സും അവരുടെ ഫുഡ് പ്രിഫറൻസും. നമ്മുടെ പോപ്പുലേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. പോപ്പുലേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നല്ലേ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടോ? നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ്, ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമർ. അവരുടെ പ്രിഫറൻസുകളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? അവരുടെ ഡെമോഗ്രാഫിക്സിന്റെ ബേസിൽ ഓരോരുത്തരുടെയും ഫുഡ് പ്രിഫറൻസ് എന്താണ് എന്നതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ? ആ പോപ്പുലേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമല്ലേ? ഓരോ കാറ്റഗറിയിൽ വരുന്ന ആളുകളും അവര് പ്രിഫർ ചെയ്യുന്ന ഫുഡ് എന്താണ്, അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ അതിന്റെ കാരണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റുകൾ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ലല്ലോ. കസ്റ്റമേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നു, ഇൻകത്തിന്റെ ബേസിൽ തരംതിരിക്കുന്നു. ഓരോ ആളുകൾക്കും പ്രിഫർ ചെയ്യുന്ന ഫുഡ് എന്താണ്, ഇത്രേ പറയുന്നുള്ളൂ. അത് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗിൽ വരും? സ്നോബോൾ സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? യെസ്, നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, സ്നോബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്നോബോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്നോബോളിന്റെ പ്രത്യേകത എന്താ? മഞ്ഞിൽ പോയിട്ട് നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ടാല് നമ്മൾ ആ സ്നോബോള് ഇങ്ങനെ ഒരു ചെറിയ ബോൾ ആയിരിക്കും നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ വിടും. അപ്പൊ അതിങ്ങനെ റോള് ചെയ്യുന്ന അനുസരിച്ച് അതില് കൂടുതൽ മഞ്ഞ് പറ്റിപ്പിടിച്ച് അത് വലിയ ബോളായിട്ട് പോകും അങ്ങ് എത്തുമ്പോഴേക്കും. യെസ്, നെറ്റ്വർക്ക് പോലെ അങ്ങ് പോകും. അപ്പൊ അത് തന്നെയാണ് സ്നോബോൾ സാമ്പിളിങ് അല്ലെ? അതായത് നമ്മളൊരു റാൻഡമായിട്ട് ഒരാളെ സിലക്ട് ചെയ്തു, ഇനിഷ്യൽ സാമ്പിൾസ് 1-2 പേരെ എടുക്കുന്നു, എന്നിട്ട് അവരോടാണ് നമ്മൾ പറയുന്നത് എനിക്ക് ഇന്ന ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ അതിന് ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരായിരിക്കുമെന്ന് നമുക്ക് ആ സാമ്പിളിനോട് ചോദിക്കാം. സാമ്പിൾ ആയിരിക്കും അടുത്ത ആളെ സജസ്റ്റ് ചെയ്യുന്നത്, അവരായിരിക്കും അടുത്ത ആളെ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ പോകും. അതാണ് സ്നോബോൾ സാമ്പിളിംഗ്. യെസ്, ഇത് നോക്കിക്കേ. ഈ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിലാ ഞാൻ കുറെ നേരം കൊണ്ട് നമ്മൾ പിന്നെയും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. റിസർച്ച് ദാറ്റ് ട്രൈസ് ടു ഫെമിലിയറൈസ് വിത്ത് എ പ്രോബ്ലം ആൻഡ് ഗെറ്റിംഗ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്. കീവേഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കീവേഡുകൾ വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണെന്നുള്ളത്.
ഗെറ്റിംഗ് ന്യൂ ഇൻസൈറ്റ്. ന്യൂ ഇൻസൈറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് യെസ്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെ, എക്സ്പ്ലോറേറ്ററി. ഇപ്പൊ ന്യൂ ഇൻസൈറ്റ് എന്ന് കണ്ടാൽ അത് എക്സ്പ്ലോറേറ്ററി ആണ്. പിന്നെ ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് കണ്ടാൽ അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് നിങ്ങൾ ഓർത്തോണം, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. റീസേർച്ച് പ്രോസസ്സ്, അതിനെ കറക്റ്റ് സീക്വൻസ് ആക്കാനാ. ഇത് 4 ഓപ്ഷനിലും തെറ്റിച്ച്, ഓരോന്നിലും തെറ്റിച്ച് തന്നിട്ടുണ്ട്. അതിലെ കറക്റ്റ് സീക്വൻസ് ഏതാ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം അല്ലെ. ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം ഹൈപ്പോത്തസിസ് ആയിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ മെത്തഡോളജി ആണ് കേട്ടോ. എങ്ങനെയാണ് സാമ്പിൾ, ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, ഇങ്ങനെയൊക്കെ ഈ ഒരു മെത്തഡോളജി ആണ് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. ദെൻ ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെ പോകും അല്ലെ. സോ ഈ ഒരു റിസർച്ച് പ്രോസസ്സിന്റെ സീക്വൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാ. ഇതിങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കും. ആദ്യം നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. അതായത് എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇഷ്യൂ എന്താണ്, വാട്ട് ഇഷ്യൂ യു വാണ്ട് ടു സ്റ്റഡി, അതാണ് റിസർച്ച് പ്രോബ്ലം. അതിനുശേഷം ആ ഒരു ടെസ്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസംഷൻസ്, നിഗമനങ്ങൾ നമ്മൾ എടുക്കും. അതാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. നമ്മുടേതായിട്ടുള്ള നിഗമനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ മെത്തേഡ്, റിസർച്ച് മെത്തേഡ് എങ്ങനെയാണ്, സാമ്പിളിംഗ് ടൈപ്പ്, സാമ്പിൾ, പോപ്പുലേഷൻ, എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം സെറ്റ് ചെയ്യണം. അതാണ് റിസർച്ച് ഡിസൈൻ. ദെൻ ഡേറ്റ കളക്ഷൻ. പലതരത്തിൽ നമുക്ക് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഒക്കെ കളക്ട് ചെയ്യാം. ദെൻ ഡേറ്റ അനാലിസിസ് ആണ് അല്ലെ. ആ ഡേറ്റ നമ്മൾ അനാലിസിസ് നടത്തണം. ടേബിൾസും ഗ്രാഫുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളും ഒക്കെ ഉപയോഗിച്ച് ഡേറ്റ അനാലിസിസ് നടത്താം. ഫൈനലി അതിന്റെ ഇന്റർപ്രിട്ടേഷനും റിപ്പോർട്ടിങ്ങും വരും അല്ലെ. ഈ ചോദ്യം നോക്കിക്കേ, എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നാ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എങ്ങനെയായിരിക്കണം? റിലയബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണോ? റിലയബിളും ഫ്ലെക്സിബിളും ആയിട്ടാണോ? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലെ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ എപ്പോഴും അത് ഫിക്സഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ്. കസ്റ്റമർ പ്രിഫറൻസിനെ പറ്റി പറയുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അത് എപ്പോഴും ഫിക്സഡ് ഫ്ലെക്സിബിൾ അല്ലല്ലോ. അതായത് റിസർച്ചറുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്തിയിട്ടല്ലല്ലോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ടായിരിക്കേണ്ടത്. അതെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും, റിജിഡ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. അവിടെ നമുക്ക് എന്തില്ല, റിസർച്ചറുടെ രീതിയിലുള്ള ചേഞ്ചുകളും മാറ്റങ്ങളും ഒന്നുമില്ല. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രിൻസിപ്പിൾ ഓഫ് റാൻഡംനെസ് ഇൻ എക്സ്പെരിമെന്റൽ ഡിസൈൻ. നമ്മുടെ എക്സ്പെരിമെന്റുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സാമ്പിൾസിനെയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ റാൻഡംനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമല്ലോ. യെസ്, സോറി. റാൻഡംനെസ് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ആർ റാൻഡംലി അസൈൻഡ് ടു കൺട്രോൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ്. അതായത് റാൻഡം, സാധാരണ സിമ്പിൾ ആയിട്ടുള്ള റാൻഡം എന്നുള്ളതിന്റെ സിമ്പിൾ മീനിങ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എവറി സബ്ജക്ട് അല്ലെങ്കിൽ എവറി യൂണിറ്റ് ഗെറ്റ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആസ് എ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് എല്ലാവർക്കും ഉണ്ട്. അതാണ് റാൻഡംനെസ്. സോ thereby it helps to control extraneous variables. എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഈ എക്സ്റ്റേണൽ വേരിയബിൾസ് ആണ്. അതായത് നമ്മുടെ റിസൾട്ടിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ഫാക്ടേഴ്സ് ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അല്ലാതെ വരുന്ന മറ്റ് വേരിയബിൾസ് ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല കേട്ടോ, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്, കുറച്ചധികം ചോദ്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ ആൽഫ എന്നതുകൊണ്ട് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ ആണോ, പവർ ഓഫ് എ ടെസ്റ്റ്, ടൈപ്പ് 2 എറർ, നൺ ഓഫ് ദി അബവ്? ഏതാണ് ആൽഫ? ഇവിടെ സിഗ്നിഫിക്കൻസ് ലെവൽ ആണ് കേട്ടോ, സിഗ്നിഫിക്കൻസ് ലെവൽ ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ. ആൽഫ എന്നത് സിഗ്നിഫിക്കൻസ് ലെവലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കിക്കേ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇൻ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്, റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ്. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൽ റിസർച്ചർക്ക് വേരിയബിൾസിന്റെ മുകളിൽ കൺട്രോൾ ഇല്ല. പിന്നെ ഫണ്ടമെന്റൽ റിസർച്ച് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ തിയറി. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കുറെ ജനറലൈസേഷൻസും ജനറൽ പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് നിങ്ങളൊന്ന് വേഗം ആൻസർ ചെയ്യാമോ? രണ്ടും ശരിയാണോ? യെസ്, തോമസ് കറക്റ്റ് ആട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അതായത് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചില് വേരിയബിൾസിന്റെ മുകളിൽ റിസർച്ചർക്ക് കൺട്രോൾ ഇല്ല. എന്താണെന്നറിയാമോ? എക്സ്പോസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയാ റിസർച്ച് ചെയ്യുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞിട്ട്, അല്ലെ? പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്. അപ്പൊ ഒരു കാര്യം സംഭവിച്ചു, ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിന്റെ വേരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, ഓൾറെഡി കഴിഞ്ഞൊരു കാര്യമല്ലേ. ഇനി ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയും. ഈ എന്തെങ്കിലും ജനറലൈസേഷൻസും തിയറീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ RBI. RBI പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ
അത് ഇപ്പൊ RBIയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുന്നു. അതൊരു പ്രൈമറി ഡേറ്റ ആണോ സെക്കൻഡറി ഡേറ്റ ആണോ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണോ? ആര്യ കറക്റ്റ് ആട്ടോ. അതായത് സെക്കൻഡറി ഡേറ്റ ആണ് അല്ലേ. ഓൾറെഡി പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? സെക്കൻഡറി ഡേറ്റ ആണ്. യെസ്. റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ സീക്വൻസ് ആണേ. ഞാനിതിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞുതരാം. റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് പ്രോബ്ലത്തിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ഇൻ എ ജനറൽ വേ അല്ലെ. നമ്മൾ ആ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ കണ്ടെത്തിയ പ്രോബ്ലം, നമ്മൾ കണ്ടുപിടിച്ച പ്രോബ്ലം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നു. ദെൻ ആ പ്രോബ്ലത്തിന്റെ നേച്ചർ, അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദി പ്രോബ്ലം. അതിനുശേഷം അതിനെപ്പറ്റിയുള്ള അവൈലബിൾ ലിറ്ററേച്ചേഴ്സ് സർവേ ചെയ്യണം. അതായത് നമ്മളിപ്പോ ഏത് ഏരിയയിലാണോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തത് അതിനെപ്പറ്റി ഇതുവരെ എന്തൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ റിസർച്ച് അവൈലബിൾ ലിറ്ററേച്ചറുകൾ എന്ത് ചെയ്യുക? സർവേ ചെയ്യുക. ആ ലിറ്ററേച്ചേഴ്സ് വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം വി ക്യാൻ റീഫ്രേസ് ദ പ്രോബ്ലം ഇൻ ടു വർക്കിംഗ് പ്രോപ്പോസിഷൻസ്. ഓക്കെ. ടൈപ്പ് 1 എററിനെ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൽഫ എന്നത് സിഗ്നിഫിക്കൻസ് ലെവലിനെയും നമുക്ക് പറയാം. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററും ആൽഫ കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആൽഫയാണ്. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ലെവലും നമുക്ക് ആൽഫ വെച്ച് തന്നെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ചോദ്യം നോക്കിക്കേ. The variables expected to change as a result of an experimental manipulation of the independent variable. ഇൻഡിപെൻഡന്റ് വേരിയബിളിലുള്ള മാനിപ്പുലേഷൻസിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ മാനിപ്പുലേഷൻസ് വരുത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചേഞ്ച് ഉണ്ടാകുന്നത് ഏത് വേരിയബിളിലായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസ് വരുത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചേഞ്ച് വരുന്നത് ഏത് വേരിയബിളിലാണ്? എക്സ്ട്രേനിയസ്, ഡിപ്പെൻഡന്റ്, കൺഫൗണ്ടിങ്, ഇൻഡിപെൻഡന്റ്. ആര്യ യെസ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലെ. ഡിപ്പെൻഡന്റ് വേരിയബിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ചേഞ്ചുകൾ വരുത്തുന്നു, അതിന്റെ ഭാഗമായിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ അതിന്റെ റിസൾട്ട് കാണും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയത്തില്ലേ, ഇപ്പോ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, വാട്ടറിങ് ചെയ്യുമ്പോൾ ചെടി വളരുന്നു. അപ്പൊ ഈ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ സൺലൈറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളാ. നമ്മൾ അതിൽ മാറ്റം വരുത്തും. അതായത് ഇപ്പം നല്ലപോലെ വെള്ളം ഒഴിക്കും, ഒരു ചെടിയിൽ നമ്മൾ എന്നും വെള്ളം ഒഴിക്കും, ഒരു ചെടിയിൽ വെള്ളമേ ഒഴിക്കത്തില്ല. അപ്പൊ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളാ. അതിൽ നമ്മൾ ചേഞ്ച് വരുത്തുമല്ലേ, മാനിപ്പുലേഷൻ വരുത്തുമല്ലേ. ഡെയിലി ഒരു ചെടിയിൽ ഡെയിലി വെള്ളം ഒഴിക്കുന്നു, ഒരു ചെടിയിൽ വെള്ളം ഒഴിക്കുന്നേ ഇല്ല. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ചെടിക്ക് വെള്ളം ഒഴിക്കുക, വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്ലാന്റിന്റെ ഗ്രോത്ത്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളാണ്. ഈ വെള്ളം ഒഴിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പ്ലാന്റ് ഗ്രോത്ത്. അപ്പൊ എന്നും വെള്ളം ഒഴിക്കുന്ന ചെടി നോക്കിയപ്പോ നന്നായിട്ട് വളരുന്നു, വെള്ളം ഒഴിക്കാതെ വെച്ച ചെടി നോക്കിയപ്പോ കരിഞ്ഞു പോയി. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ചുകൾ വരുത്തിയപ്പോ ആ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് പ്ലാന്റ് ഗ്രോത്ത്. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. നമ്മുടെ ടൈം കഴിഞ്ഞല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസും ബാക്കിയുള്ള 3 മൊഡ്യൂളുകളും കൂടെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ഈ ഒരു മൊഡ്യൂൾ നോക്കണം കേട്ടോ. ഈ ഒരു മൊഡ്യൂൾ അല്ല, ഈ ഒരു യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കണം. ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്തുകൊണ്ടിരുന്നതാ. ഈ ഒരു യൂണിറ്റിലേക്ക് വന്നപ്പോ പാളിപ്പോകുന്നുണ്ട് അല്ലെ, ആൻസറുകൾ തെറ്റുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം കൂടുതൽ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. ബേസ് തൊട്ട് പഠിക്കണം ഈ ഒരു യൂണിറ്റ് കേട്ടോ. നന്നായിട്ട് ഈ ഒരു യൂണിറ്റ് പഠിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് മൊഡ്യൂളുകളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.